ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളെക്കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നമ്മുടെ മാധ്യമങ്ങളിൽ വരില്ല. ഒരു വിമർശനാത്മകമായ വാർത്ത പോലും വരില്ല. പ്രധാനമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഒരു മാധ്യമവും തയ്യാറല്ല. ഈ ചെമ്പ് നാണയങ്ങളുടെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റിലല്ല ഞാനൊരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുന്നത്, പൊതുപ്രവർത്തകനായിട്ട് പാർലമെന്റിൽ ഇടപെടുന്നത്. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് സ്പീക്കർ വിളിച്ചു ചേർത്ത തേയില സൽക്കാരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരുന്ന് സല്ലപിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കുശലം പറയാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ ചില പ്രതിപക്ഷ നേതാക്കൾക്ക് ഉണ്ടായതെന്നുള്ളത് എന്നെ അന്താളിപ്പിച്ചു. നെഹ്റുവിനെ കുറിച്ച് ഇവർ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നത് ഇവരുടെ യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. ഇവർ ചെയ്യുന്ന ഈ പാതകങ്ങളുടെ ഒരു ആത്യന്തിക ഫലമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ആർജിച്ച നേട്ടങ്ങളും പുരോഗതിയും ഇല്ലായ്മ ചെയ്യുകയും ആത്യന്തികമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുകയും ചെയ്യും. കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ ഗംഗാ നദിയിൽ മൃതദേഹങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു മുഖ്യധാര മാധ്യമവും അതേക്കുറിച്ച് ഒരു ചിത്രം പോലും കൊടുത്തില്ല. ഞാൻ അങ്ങയുടെ രാജ്യസഭയിലെ പെർഫോമൻസ് കഴിഞ്ഞ ദിവസം ഒന്ന് നോക്കുകയായിരുന്നു. അങ്ങയുടെ വെബ്സൈറ്റിൽ അത് വളരെ കൃത്യമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ ചോദ്യങ്ങളുടെ എണ്ണമാണെങ്കിൽ അത് ദേശീയ ശരാശരിയുടെ 10 ഇരട്ടിയിലധികമാണ്. കേരളത്തിൻ്റെ ശരാശരിയേക്കാൾ തന്നെ 3 ഇരട്ടിയോളം അധികമാണ്. അതേപോലെ തന്നെ 16 പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് മുതൽ ഭരണഘടനാ ഭേദഗതികൾ വരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള 16ഓളം പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭയിലെ ഏറ്റവും സജീവമായ പങ്കാളിത്തം 94% അറ്റൻഡൻസ് അങ്ങ് നടത്തിയിരിക്കുന്ന ഈ ഇടപെടലുകളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു BJP സർക്കാരിനെതിരെയാണ്. അങ്ങനെ വളരെ കൃത്യമായി അവരെ പ്രതിരോധിച്ചതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കുമ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ നടത്തിയ ഒരു പരാമർശത്തിൽ PM ശ്രീ പദ്ധതി കേരളം അതിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനും കേന്ദ്രത്തിനും ഇടയിലെ ഒരു പാലമായി അങ്ങ് വർത്തിച്ചിട്ടുണ്ട് എന്നൊരു പരാമർശം നടത്തി. ആ പരാമർശം ഉപയോഗിച്ച് അങ്ങയുടെ ഈ ട്രാക്ക് റെക്കോർഡിനെ മുഴുവൻ റദ്ദാക്കി കളയുകയും അതേപോലെ തന്നെ അങ്ങേ ഒരു ന്യൂനപക്ഷ വിരുദ്ധനായി പാർട്ടിയെ ചിത്രീകരിക്കുന്ന CPM-നെ ചിത്രീകരിക്കുന്നതിന് ഒരു ആയുധമായിട്ട് അത് ഉപയോഗിക്കുന്ന സാഹചര്യം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടതിൽ ജോൺ ബ്രിട്ടാസ് MP-ക്ക് എന്തു പങ്കാണ് വസ്തുതാപരമായിട്ടുണ്ടായിരുന്നത്? അത് അങ്ങയ്ക്കൊന്ന് വിശദമാക്കാമോ? താങ്കൾ ആദ്യം പറഞ്ഞ നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദി. പക്ഷെ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചത് വളരെ നന്നായി. എന്താ കാരണം എന്ന് വെച്ചാൽ എന്താണ് പാർലമെൻറ്റിൽ എന്താണ് നടക്കുന്നത്, എത്രത്തോളം പാർലമെൻറ്റിലെ പരാമർശങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾ വളച്ചൊടിക്കും, ദുർവ്യാഖ്യാനം ചെയ്യും, ഇതൊക്കെയാണ് ഒരു പക്ഷേ ഈ ചോദ്യത്തിലെ അന്തർലീനമായിട്ടുള്ളത്. ഇപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു പ്രതിപാദനത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എത്രത്തോളം വളച്ചൊടിക്കപ്പെട്ടു എന്നുള്ളതും ഈ ചോദ്യത്തിൽ പ്രസക്തമാകുന്നുണ്ട്. എൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. സമഗ്ര ശിക്ഷ എന്നുള്ള പദ്ധതി പ്രകാരം കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് നിങ്ങൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 2018 വന്ന സമഗ്ര ശിക്ഷയെ 2020 വന്ന പുതിയ വിദ്യാഭ്യാസ നയവുമായും 2022 വന്ന PM ശ്രീയുമായി ചേർത്ത് വെക്കുന്നത് ഭരണഘടനാപരമായിട്ടുള്ള തെറ്റും അനീതിയും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് ആദ്യത്തെ പദ്ധതി പ്രകാരമുള്ള പണം കേരളത്തിന് കിട്ടണം. ഇതാണ് ചോദ്യത്തിൻ്റെ ഇതിവൃത്തം. അദ്ദേഹം മറുപടി പറയവേ, അതായത് ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി നിരവധി തവണ അദ്ദേഹവുമായി കേരള സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ബന്ധപ്പെട്ടു എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അപ്പോൾ സമഗ്ര ശിക്ഷയെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റി PM ശ്രീയിലേക്ക് കൊണ്ടുവന്നു. ഇതാണ് സംഭവിച്ചത്. പക്ഷേ എനിക്കിതിനകത്തൊരു അത്ഭുതമൊന്നുമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ പോരാളികളെ ഒരുപക്ഷെ അപകീർത്തിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവരെ ഒന്ന് മോശക്കാരാക്കേണ്ടത് തങ്ങളുടെ രാഷ്ട്രീയത്തിന് ഗുണകരമാണെന്ന് ചിന്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് UDF അല്ലെങ്കിൽ BJP സുഹൃത്തുക്കളുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ
കഴിഞ്ഞ ഏതാനും വർഷക്കാലം ന്യൂനപക്ഷങ്ങളുടെ വിഷയം പാർലമെൻറ്റിൽ കൊണ്ടുവരുന്നതിലും ഉയർത്തുന്നതിലും അവരൊക്കെ കാണിച്ച കുറ്റകരമായിട്ടുള്ള അനാസ്ഥയും അലംഭാവമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മറയിടാൻ വേണ്ടി എന്നാൽ ഇതൊന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൂടെ എന്നവർ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ അന്നും ഇന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ഇടയിൽ എം പിമാർ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അവരുടെ ദൗത്യം അതാണ്. ഇവിടെ എം പിസ് കോൺഫറൻസൊക്കെ മുഖ്യമന്ത്രി വിളിച്ച് ചേർക്കുന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്. അതിനകത്ത് യാതൊരു അപാകതയില്ല. ഇനി അദ്ദേഹം അങ്ങനെ ഒരു പ്രയോഗം നടത്തിയെങ്കിൽ തന്നെ എനിക്കിനകത്തൊരു അതിശയം തോന്നുന്നില്ല. സ്വാഭാവികമല്ല, ഞാൻ ചെയ്യേണ്ട പണിയല്ലേ ചെയ്യുന്നത്. അതൊരു വശം. രണ്ട്, PMC എന്ന് പറയുന്നത് അത് ഭരണപരമായ ഒരു തീരുമാനമാണ്. കേരള ഗവൺമെൻറ് നയപരമായിട്ട് എന്ത് തീരുമാനിക്കണം എന്നൊക്കെ ഉള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യം. അത് എന്തുകൊണ്ട് ഒപ്പുവെച്ചു, എങ്ങനെ ഒപ്പുവെച്ചു ശരിയാണോ തെറ്റാണോ, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ എനിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല. മറിച്ച് കേരളത്തിൻ്റെ 17,000 കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വച്ചിട്ടുണ്ട്. ഓരോ കാരണം പറഞ്ഞ് മുടന്തനായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അതായത് ചെന്നായ ആട്ടിൻകുട്ടിയോട് പറഞ്ഞതുപോലെ നീ വെള്ളം കലക്കിയില്ലെങ്കിൽ നിന്റെ തന്ത കലക്കിയിരുന്നു എന്ന് പറയുന്നത് പോലെ 2018 ഒരു പദ്ധതിയെ 2022 വന്ന പദ്ധതിയുമായിട്ട് കൂട്ടിയിണക്കുന്നത് അധാർമികമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ചോദ്യവും ആ ചോദ്യം ചോദിച്ച രീതിയും ഒക്കെ പാർലമെൻറ്റിൻ്റെ രേഖകളിലുള്ളതാണ്. അതിലെനിക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിൽ എനിക്ക് ഈ പറയുന്ന എന്നെ പൂതാൻ പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗിയുടെ സർട്ടിഫിക്കറ്റ് ജോൺ ബ്രിട്ടാസിന് വേണ്ട, ഒരാവശ്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ചെമ്പ് നാണയങ്ങളുടെ ഒന്നും ഒരു സർട്ടിഫിക്കറ്റിലല്ല ഞാനൊരു പൊതുപ്രവർത്തകനായി പ്രവർത്തിക്കുന്നത്, പൊതുപ്രവർത്തകനായിട്ട് പാർലമെൻറ്റിൽ ഇടപെടുന്നത്. ഇവരൊക്കെ കള്ളനാണയങ്ങളാണ് എന്നും ഇവരൊക്കെ നിർണായകമായ ഘട്ടങ്ങളിൽ പാർലമെൻറ്റിൽ നിന്ന് ഒളിച്ചോടിയവരാണെന്നും ഇവരൊക്കെ കൃത്യമായിട്ട് BJPയും RSSുമായി സന്ധി ചെയ്യുന്നവരാണെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. കുറച്ച് സൈബർ പോരാളികളെ മുന്നോട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ആൾക്കാരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനോ അപകീർത്തിപ്പെടുത്താനോ ഒക്കെ അവർക്ക് കഴിയുന്നുണ്ടാവും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതൊക്കെ വേർതിരിച്ച് കാണാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൽ ആ തരത്തിൽ അങ്ങ് ഭയപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്നാണ് അങ്ങ് ഭയപ്പെടേണ്ടതായിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിർണായകമായ മുത്തലാഖ് ബില്ല് വന്നപ്പോൾ അതിൽ വോട്ട് ചെയ്യാതെ മുങ്ങിയ ആൾക്കാരാണ്. ഫാഷിസത്തെ നേരിടാനെന്നും പറഞ്ഞ് ഇവിടുന്ന് കുതിരപ്പുറത്ത് കയറി കൊളമ്പടി ശബ്ദത്തോടു കൂടി ഡൽഹിയിലെത്തിയ ശേഷം നരേന്ദ്രമോദിയുടെ മുമ്പിൽ പുരുഷു എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പഴയ ഭഗീരഥമ്പിള്ളയുടെ റോളിൽ അനുഗ്രഹം മേടിച്ച് തിരിച്ചു വന്ന ചില ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളും നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ എപ്പോഴും ഇവരോട് ചോദിക്കുന്ന കാര്യമുണ്ട്, കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് MP, UDF MP ഈ RSSൻ്റെ നയത്തിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് നരേന്ദ്രമോദിയുടെയും അതുപോലെ RSSൻ്റെയും പ്രത്യയശാസ്ത്ര പതാകവാഹകർ. അവർ രാഹുൽ ഗാന്ധിൻ്റെയും പ്രിയങ്ക ഗാന്ധിൻ്റെയും കൂടെ ഇരിക്കുകയാണേ. പ്രവർത്തക സമിതി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ പരമോന്നത സമിതി. ഇങ്ങനെ ചെയ്യുന്നവരാണ് മറ്റുള്ളവർക്കെതിരെ ഈ പറയുന്നത് പോലെ വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചില ആൾക്കാർ മോഷണം നടത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പന്തം പിടിച്ചിട്ട് മോഷ്ടാവിനെ തിരയാൻ വേണ്ടി നടക്കുന്നുണ്ട്. എനിക്ക് ഈ പന്തം പിടിച്ചിട്ട് മോഷ്ടാവിനെ തിരയാൻ വേണ്ടി നിൽക്കുന്ന വലിയ മുഴുത്ത കള്ളന്മാരുടെ രൂപം എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നു. പക്ഷെ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു സാമുദായിക ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിലേക്ക് ഇത്തരമൊരു ഇമേജറി ഉപയോഗിക്കുന്നതിൽ ഇവർ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മുടെ നിലപാട് ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ അങ്ങ് മുമ്പ് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ മുൻനിർത്തിക്കൊണ്ട് ആ തരത്തിൽ ആളുകളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു രാഷ്ട്രീയമായൊരു പരാജയം ഇടതുപക്ഷത്തിന് സംഭവിച്ചിട്ടുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും. എന്താ കാരണം വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ
അതിനുള്ള കാരണങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വിഷയത്തിന് മുകളിലുള്ള വൈകാരികതയ്ക്കപ്പുറത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൂർത്തമായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു പെട്ടെന്ന് കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അന്ന് ഈ പറയുന്ന SIR വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ RSS നയത്തിനെതിരെ ഏറ്റവും അതിശക്തമായ പ്രചരണം നടത്തിയത് ഇടതുപക്ഷമാണ്. സമുദായ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മുഖ്യമന്ത്രിയുടെ വേദിയിൽ നിന്നുകൊണ്ടാണ് വലിയ റാലികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെട്ടു. അതല്ലെങ്കിൽ ഇപ്പോൾ ഗാസ എടുക്കുക, അങ്ങനെയുള്ള വിഷയങ്ങൾ ഏത് വിഷയം എടുത്താലും. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ ദയനീയമായി പരാജയപ്പെട്ടു. ഒരു വിഷയം ഉണ്ടായിരുന്നില്ല, ഈ പറയുന്ന പോലെ ഈ ശബരിമല വിഷയം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ എന്താണ് അതിന് കാരണം? അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നതിൽ മനസ്സിലാക്കുന്നത്, ഒന്ന്, ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യാൻ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി UDFും BJPയും മറ്റു വർഗ താല്പര്യങ്ങളെല്ലാം സംയുക്തമായി കൈകോർത്തിരിക്കുകയാണ്. ഇപ്പം നമ്മളൊരു വീടിൽ ഒരു വാതിൽ അടച്ചിട്ടാലും ഒരുപാട് ശക്തികൾ വന്നിട്ട് വലിയ വലിയ JCB ഒക്കെ വെച്ചിട്ട് അട്ടിച്ചുകൊണ്ടിരുന്നാൽ വാതിൽ അങ്ങ് പോകും. നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖം നോക്കുമ്പോൾ പറയേണ്ടത്. എനിക്ക് കോൺഗ്രസിനോടൊന്നും പ്രത്യേകിച്ച് പരാതിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇടതുപക്ഷത്തെയാണ്. ആ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമാണ് ഒരുപക്ഷെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തെ പ്രതിരോധിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ളൊരു യുദ്ധമെന്ന് പറയുന്നത് എൻ്റെ, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രവുമായിട്ടുള്ള എൻ്റെ പോരാട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രവുമായിട്ടാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ കൈകോർക്കുക. ഇപ്പോൾ ഈ ത്രിപുരയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ ഒരു പഞ്ചായത്തിലെ എല്ലാ കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങളും ഒന്നടങ്കം രാജിവെച്ച് BJP ചേർന്ന് BJP ആയി നോക്കുക. അപ്പോൾ ഈ രൂപത്തിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ. അപ്പോൾ അതിൻ്റെ പരിണത ഫലമായിട്ട് സ്വാഭാവികമായിട്ടും തിരിച്ചടി ഞങ്ങൾക്കുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ മുക്തമാകാൻ പറ്റും? അത് നിങ്ങൾ സംഗീത് പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്താ കാരണം വെച്ചാൽ ജനങ്ങളെ കുറേയും കൂടി ബോധവൽക്കരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന പല മുസ്ലിം സമുദായ നേതാക്കളും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ കോൺഗ്രസ് പാർട്ടി ജീവിച്ചിരിക്കണം. ആ ജീവൻ്റെ തുടുപ്പിനെ നിലനിർത്തണമെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊരു പരാതിയില്ല. ഒരു കണക്കിന് നിങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടുന്നത് എന്ന് പറയുന്ന സമുദായ നേതാക്കളുണ്ട്. അതിനകത്തും ഒരു കാര്യമുണ്ട്. പക്ഷേങ്കിൽ കേരളത്തിൽ കോൺഗ്രസിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ നിലനിൽക്കണമെന്ന് ന്യൂനപക്ഷങ്ങൾ ആഗ്രഹിക്കേണ്ട ഒരു പ്രസ്ഥാനം ഇടതുപക്ഷമാണ് ഇവർക്കെതിരെയുള്ള ആക്രമണത്തെ പ്രതിരോധിക്കുന്ന ഒരു പടച്ചട്ടയായിട്ട് നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് കൂടി അവർക്കുണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം, ഇപ്പം മോഡിയുടെ ആദ്യത്തെ 2 ടേമുകളും വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന ദുർബലമായൊരു സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ. കാരണം അതിൽ തുന്നിക്കൂട്ടലുകളും ഏച്ചുകെട്ടലുകളും ധാരാളമുണ്ട്. സദേൺ ഇന്ത്യക്ക് അതിനകത്ത് സിഗ്നിഫിക്കൻ്റ് ആയ ഒരു പങ്കുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ആന്ധ്രയിൽ നിന്നൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അദ്ദേഹത്തെ നിലനിർത്തുന്നതിൽ വളരെ വൃത്തിയായിട്ടുള്ള പങ്ക് അതിനകത്തുണ്ട്. മാത്രമല്ല, നമുക്ക് ഈ തവണ ഒരു പ്രതിപക്ഷ നേതാവുണ്ട്, പ്രതിപക്ഷത്തിനും ലോക്സഭയിൽ കൃത്യമായ അംഗസംഖ്യയുണ്ട്. അങ്ങനെ എല്ലാം നിൽക്കുമ്പോഴും ഇപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞു തരേണ്ടതല്ല, നമ്മുടെ രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ അതിൽ ഓരോന്നിനെയും ഭരണഘടനാപരമായ ഒരു മൗലികാവകാശമാക്കാൻ വേണ്ടിയാണ് സർക്കാരുകൾ പ്രയത്നിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൊഴിലിനെ നമ്മളൊരു നിയമപരമായ അവകാശമായിട്ടെങ്കിലും കൊടുത്തിരുന്ന നമ്മുടെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അത് നാമാവശേഷമായിരിക്കുകയാണ്. അതായത് അതിനകത്ത് ഏറ്റവും ഗൗരവതരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനി മേലൊരു ഗ്യാരണ്ടി ആയിട്ട് ആക്ട് ചെയ്യില്ല എന്നൊരു കാര്യമാണ്. രണ്ടാമത്, എൻ്റെ അവകാശത്തിന് മേലെ എനിക്കുണ്ടായിരുന്ന നിയന്ത്രണം ഒരു ഡിമാൻഡ് ഡ്രിവൺ സ്കീമായിട്ട് അതിനി തുടരുന്നില്ല എന്ന് പറയുന്ന ആസ്പെക്റ്റാണ്. അത് ആരാണ് നിശ്ചയിക്കുക എന്നുള്ളത് കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ഫണ്ടിങ് കണ്ടെത്താൻ നിലവിൽ തന്നെ തകർന്നിരിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൽ, പ്രത്യേകിച്ചും സാമ്പത്തിക ഫെഡറലിസം ആകെ തകർന്നിരിക്കുന്ന ഇന്ത്യയിൽ അനുദിനം കേന്ദ്രീകൃതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം ഇതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന അറിയാത്ത നേരത്തിൽ വെറും കേന്ദ്രാവിഷ്കൃത പദ്ധതി മാത്രമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അവിടെ
നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് പോകുന്നത് അതിലെ പേരുമാറ്റം എന്ന് പറയുന്ന ഒരു ഡയമെൻഷനിലേക്കാണ്. പലപ്പോഴും അത് ഓവർ സെൻസേഷനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു ലീഗൽ റൈറ്റ് ജനങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പൊതു മിനിമം പരിപാടിയുടെ ഭാഗമായിട്ട് വന്ന വളരെ കൃത്യമായ ഇടതുപക്ഷത്തിനൂടെ റോൾ ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഗൗരവതരമായൊരു മാറ്റം, ഇന്ത്യയിലെ ജനസാമാന്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നം, ഇത്രയും സ്ട്രെങ്ത് നമുക്ക് മുമ്പത്തേനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പാർലമെന്റിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഇതിന് ഇഫക്റ്റീവായിട്ട് പ്രതിരോധിക്കാൻ കഴിയാത്തത്? ഇതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പം MGNREG നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിലൊരു സ്വിച്ച് ഓഫ് ക്ലോസിനെ പറ്റി അന്നത്തെ ഗവൺമെന്റ് ചിന്തിച്ചിരുന്നു. എവിടെയെങ്കിലും അത് അനാവശ്യമെന്ന് തോന്നിയാൽ ഒഴിവാക്കാൻ. അത് വേണ്ട എന്ന് അന്ന് ഇവിടുത്തെ സിവിൽ സൊസൈറ്റിയും എക്സ്പേർട്സും ആലോചിച്ചപ്പോൾ അതിന് വഴങ്ങേണ്ടി വന്നൊരു സർക്കാരിൽ നിന്ന് മാറിയിട്ട് ഇത്രയും ഗുരുതരമായ ഒരു നഗ്നമായ മോഷണം ആളുകളിൽ നിന്ന് നടക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനൊന്നും പ്രതിരോധിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തെ പറ്റിയുള്ള പ്രതീക്ഷകൾക്ക് ഇനി അർത്ഥമില്ല എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഈ ചോദ്യം സുദീർഘമായ ഒരു ചോദ്യത്തിൽ വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് 2-3 പ്രതലങ്ങളുണ്ട്. ഒന്ന്, ഈ ഒരു പുതിയ GRAM-G എന്നുള്ള ബില്ലിനെ കുറിച്ച് അതെങ്ങനെയാണ് ദേശീയ തൊഴിലാളി പദ്ധതിയെ ഇല്ലായ്മ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ആദ്യം ലേഖനം എഴുതിയ ഒരാളുടെ ഞാനാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ. അത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാവീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ കോട്ട് ചെയ്തിട്ടാണ് അവരുടെ ആ ആഴ്ചയിലെ പങ്ക്തി തന്നെ കൈകാര്യം ചെയ്തത്. സർ, ഒരു കാര്യവും കൂടെ, 2022 ഈ ബില്ലനുസരിച്ച് 200 തൊഴിൽ ദിനങ്ങൾ കൊടുക്കണമെന്നും വീട്ടിലെ 2 അഡൽട്ട് ഇൻഡിവിജ്വൽസിനെ അതിൽ ഉൾപ്പെടണമെന്നൊരു ഭേദഗതി കൊണ്ടുവരണമെന്ന് രാജ്യസഭയിൽ അങ്ങൊരു പ്രൈവറ്റ് മെമ്പർ ബില്ല് കൊണ്ടുവന്ന ആളാണ്. അതിന്റെ അന്തസത്തയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഞാനവിടെ പാർലമെന്റിൽ ചെയ്യുന്ന കാര്യം സൂക്ഷ്മമായി സംഗീത് വിശകലനം ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഞാൻ ആ ലേഖനം എഴുതിയപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞാൽ 240 മെമ്പർമാർ മാത്രം, ലോക്സഭകൾ മാത്രമേ BJPക്ക് ഉള്ളൂ. 272 എന്നുള്ള ആ മാജിക് അല്ലെങ്കിൽ ഹാഫ് എ മാർക്കിൽ നിന്ന് വളരെ പുറകിലാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അതാണ് പ്രസക്തമായ കാര്യം. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ പാർലമെൻ്ററി ഡെമോക്രസി അത് അതിൻ്റേതായ സർഗാത്മകതയോടെ നിലനിൽക്കണമെങ്കിൽ പാർലമെൻറ്റിനെ കൊണ്ട് മാത്രം പറ്റില്ല. ചുറ്റുമുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസും, അത് കോടതിയുണ്ട്, ഒരുപാട് ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്, എന്തിനാ ഒരു യൂണിവേഴ്സിറ്റി പോലും ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുടെ ഒരു ഐക്യദാർഢ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന പാർലമെൻറ്റിലെ പ്രതിപക്ഷം എന്നുള്ളതിനെ പോലും ഒരു സ്ഥാപനമായിട്ട് ഭരണപക്ഷം അംഗീകരിക്കുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, പാർലമെൻ്ററി ഡെമോക്രസി ഇല്ലാതാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒപ്പോസിഷനെ ഭരണപക്ഷം മാനിക്കാതിരിക്കുന്നു. 2, അക്കൗണ്ടബിലിറ്റി ഓഫ് ദി എക്സിക്യൂട്ടീവ് ടു ദ പാർലമെൻറ്റ്. അതായത് പാർലമെൻറ്റോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കണം ഭരണകൂടം, ഗവൺമെൻറ് എന്നുള്ള ആ ആപ്തവാക്യം ലംഘിക്കപ്പെടുന്നു. ഈ 2ഉം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ യഥാർത്ഥത്തിൽ BJP കൈക്കിലാക്കി അവരുടെ ഒരു ദാസ്യ സ്വഭാവത്തിലേക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ മാറി. അതൊരു വശം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യ പ്രതിപക്ഷം സചേതനമായിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം എനിക്കുണ്ട്. ഞാനന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ പറയുന്ന അർദ്ധരാത്രിയല്ല പുലർച്ചെ ഈ ബില്ല് പാസ്സാക്കിയ ശേഷം ഞങ്ങളെല്ലാം വലിയ പ്രതിഷേധത്തിലായിരുന്നു. മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് സ്പീക്കർ വിളിച്ചു ചേർത്ത തേയില സൽക്കാരത്തിൽ പ്രധാനമന്ത്രിയുടെ ഒപ്പം ഇരുന്ന് സല്ലപിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ കുശലം പറയാനുള്ള ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ ചില പ്രതിപക്ഷ നേതാക്കൾക്ക് ഉണ്ടായിരുന്നെന്നുള്ളത് എന്നെ അന്താളിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ നിർണായകമായിട്ടുള്ള ബില്ലുകളൊക്കെ ഇങ്ങനെ ബുൾഡോസർ ഇടിച്ചു കയറ്റുന്നത് പോലെ പാർലമെൻറ്റിലൂടെ ഇടിച്ചു കയറ്റുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെൻറ്റിൽ ഇല്ലാതെ പോലെ എന്നും എന്നെ അത്ഭുതപ്പെടുത്തി. നോക്കുക, അപ്പോൾ ഒരു വശത്ത് ഈ പറയുന്ന സർവ്വസന്നാഹങ്ങളുമായിട്ട് ഗവൺമെൻറ് കരുക്കൾ നീക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ഉൾവലിയുന്നു അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്
എന്നെ അന്താളിപ്പിച്ചൊരു കാര്യം ഞാനത് കൃത്യമായി പറഞ്ഞു. ഒരുപാട് പേര് എനിക്കെതിരെ വിമർശനമായിട്ട് വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതാണ് ഞാനെന്നുള്ളൊരു പാർലമെന്റ് അംഗം പ്രതീക്ഷിക്കുന്നതല്ല. ഇതിനേക്കാൾ ഗൗരവം കുറഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ഈ തേയില സൽക്കാരം, ആചാരപരമായ പാർലമെന്റ് സമ്മേളനം അവസാനിക്കുമ്പോൾ ചേരുന്ന ആചാരപരമായ തേയില സൽക്കാരം ബഹിഷ്കരിച്ചവരാണ് ഞങ്ങൾ. ഇക്കഴിഞ്ഞ സമ്മേളനം ഒഴിച്ച് മുമ്പുള്ള 3 സമ്മേളനങ്ങളിൽ ഞങ്ങൾ ഈ ആചാരപരമായി തേയില സൽക്കാരം ഒഴിവാക്കി. എന്തിനാണ്? SIR-ന്റെ മുകളിൽ ചർച്ച അനുവദിച്ചിട്ടില്ല എന്നുള്ള കാരണം പറഞ്ഞ് ആ സെഷൻ മുഴുവൻ ഒഴുകിപ്പോയപ്പോൾ പിന്നീട് നടന്ന തേയില സൽക്കാരത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. വഖഫ് ബില്ല് പാസ്സാക്കിയ ശേഷം ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ ശൈത്യകാല സമ്മേളനം 2024 ശൈത്യകാല സമ്മേളനത്തിൽ അംബേദ്കറിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞ് ഞങ്ങൾ ആ തേയില സൽക്കാരം വിട്ടു. ആ സംഭവവികാസങ്ങളെ നമ്മൾ പശ്ചാത്തലമാക്കുമ്പോൾ ആ കാരണങ്ങളെക്കാൾ എത്രയോ ഭയാനകമായ ഭീമാകരമായ ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ സംഗീത് പറഞ്ഞ പോലെ 50 കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവിതമാർഗത്തെ അസ്തമനത്തിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പരിപാടി ഇവർ അവസാനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവർ പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ പൊടുന്നനെ ഒരു മറവി രോഗത്തെ എടുത്ത് തലയിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുത്തു. ഇതൊക്കെ നമ്മൾ ഒരുപക്ഷെ കൂട്ടി വായിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ റോള് പറഞ്ഞു. പലപ്പോഴും എനിക്ക് തോന്നുന്നു പലപ്പോഴും ചരിത്രത്തിലേക്ക് ഊളിയിടുമ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ റോൾ പലരും കണ്ടെത്തുന്നത്. വർത്തമാനകാലത്തിൽ പലപ്പോഴും പലരും വിസ്മരിക്കാൻ വേണ്ടി സൗകര്യപൂർവ്വം ശ്രമിക്കും. UPA 1ാം ഗവൺമെൻറ് തിളക്കമാർന്നൊരു റെക്കോർഡ് സ്ഥാപിക്കാൻ കാരണം ലോകത്തിലെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾക്ക് ഒരു മാതൃകയായി എന്നുള്ളതാണ്. അതിൽ 5 കാരണങ്ങളുണ്ട്. 1, തൊഴിൽ ഒരു പൗരൻ്റെ അവകാശമാക്കി, അതാണ് ഈ തൊഴിൽദാന പദ്ധതി. 2, വിവരാവകാശ നിയമം പാസ്സാക്കി. 3, ഭക്ഷ്യ സുരക്ഷ. ഒരാൾ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല, നിങ്ങൾക്ക് ഭക്ഷണത്തിന് അവകാശമുണ്ട് എന്നുള്ള ആ ഭക്ഷ്യസുരക്ഷാ നിയമം ആ ഗവൺമെൻറ് പാസ്സാക്കി. 4, ആദിവാസികൾക്ക്, ഗിരിവർഗക്കാർക്ക് ഭൂമിക്ക് അവകാശമുണ്ട് എന്നും അത് അവരുടെ മൗലികമായ അവകാശമാണെന്നും അവർക്ക് ബോധ്യപ്പെടുത്തി. 5, വിദ്യാഭ്യാസം നിങ്ങളുടെ അവകാശമാണ്. ഈ 5 അവകാശങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന സുപ്രധാനമായിട്ടുള്ള നിയമനിർമ്മാണ ഏടുകൾ സ്ഥാപിച്ച UPA 1 ആ സർക്കാരിൻ്റെ ഓരോ നിർണായകമായ ഏടുകളെയും ഇല്ലാതാക്കുന്ന പ്രവർത്തനത്തിലാണ് ഈ സർക്കാർ, മോഡി സർക്കാർ വ്യാപൃതമായിരിക്കുന്നത് എന്നുള്ളത് കൂടി ഇവിടെ പ്രകടമായി വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു കാര്യം പറയും. ഇപ്പം നേരത്തെ താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. എന്ന കാരണത്തിൽ ഒരുപക്ഷെ പേരുമാറ്റത്തിൽ, പക്ഷെ ഞാൻ ഈ പേരുമാറ്റത്തെയും പ്രധാനമായി കാണുന്നുണ്ട്. അതും ചെറുതല്ല. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ ഉള്ളറയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ ഈ പേരുമാറ്റത്തിലൊരു പ്രാധാന്യം കാണുന്നുണ്ട്. എന്നാ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിയുടെ ഒരു ഫിലോസഫിയാണ് ഈ രാഷ്ട്രത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. അതായത് സർവധർമ്മം, മതസൗഹാർദ്ദം. RSS പ്രദാനം ചെയ്യുന്ന ആശയത്തിന് തീർത്തും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരാശയമാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചത്. ഒരുപക്ഷെ RSSനെ അധികാരത്തിൽ നിന്ന് പതിറ്റാണ്ടുകളോളം മാറ്റി നിർത്തിയത് മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹം പ്രതിഫലിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്ര ആശയധാരയായിരുന്നു. നെഹ്റുവിനെ കുറിച്ച് ഇവർ ഒരുപാട് പറയുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സ് പറയുന്നത് ഇവരുടെ യഥാർത്ഥ ടാർഗറ്റ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിനെ ഉന്മൂലനം ചെയ്യുക, അദ്ദേഹത്തിനെ ശാരീരികമായി ഉന്മൂലനം ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ആശയ സംഹിതകളെയും ആശയധാരയെയും സ്വാധീനങ്ങളെയും കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വികസിത ഭാരതം എന്നുള്ള ഒരു മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് ഈ വികസിത ഭാരതത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിന് സ്ഥാനമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലൊരു ബില്ല് കൊണ്ടുവരില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നതാണ് ഇവരുടെ തീരുമാനം എന്നുള്ള കാര്യത്തിൽ തർക്കം. പക്ഷെ അവർ എപ്പോഴും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എപ്പോഴും ഇത്തരത്തിലൊരു ബെയ്റ്റ് അതിനകത്ത് വെക്കുന്നുണ്ട്. അതായത് ചർച്ചകളെ അതിൻ്റെ കാതലായ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുക എന്ന് പറയുന്നതിന് വേണ്ടി ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിലെ ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ ഇപ്പം
മുൻകാലങ്ങളിലെ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് സർക്കാരുകളുടെ ഇത്തരം ജനവിരുദ്ധമായ തീരുമാനങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പം അതിനിവിടുത്തെ മീഡിയ ഒരു വലിയ പങ്ക് വഹിച്ചിരുന്ന ഒരു സംഗതിയാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇപ്പം 50 കോടി ആളുകളെ അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ഇതൊരു അഗ്രേറിയൻ രാജ്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ 49% മനുഷ്യർ കൃഷിയെ നേരിട്ടോ അല്ലാതെയോ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരുടെ ഈ രാജ്യത്ത് ഏറ്റവും കുറഞ്ഞ വരുമാനം വരുന്ന 10 രൂപ അല്ലെങ്കിൽ 15 രൂപ താഴെ വരുന്ന ഒരു സെഗ്മെന്റിലേക്കാണ് ഇത്രയും മനുഷ്യർ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി നയം രൂപീകരിച്ചുകൊണ്ടല്ലാതെ അവരുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ നമുക്കൊരു വഴിയുമില്ല. 50 കോടി മനുഷ്യരെ തങ്ങൾ ഹോസ്റ്റൈലാക്കിയാലും തങ്ങൾക്കെതിരാക്കിയാലും ഈ രാജ്യത്തെ അധികാരത്തിൽ തുടരാൻ തങ്ങൾക്ക് കഴിയുമെന്നും അത് ഒരു തരത്തിലും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല എന്നും ഇത്രയും കോടി മനുഷ്യരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഞങ്ങൾ വന്നാലും ഇവിടുത്തെ മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു പൊതുവികാരം സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ലെന്നുള്ള ആത്മവിശ്വാസം എങ്ങനെയായിരിക്കും ഇവിടുത്തെ സർക്കാർ നേടിയെടുത്തിട്ടുണ്ടാവുക? അങ്ങ് മാധ്യമ പ്രവർത്തകൻ കൂടെയാണ്. ഞാൻ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ മീഡിയ എന്ന് വിളിക്കരുത്. മീഡിയയുടെ പേര് മോഡിയെ എന്നാക്കണം. കാരണം ഈ മാറി ഓകേറ്റി, അതായത് മോഡി സ്തുതികളാണ് യഥാർത്ഥത്തിൽ മുഖ്യധാര മാധ്യമങ്ങൾ. ഒരു പക്ഷേ ഏതാനും സമാന്തര ബദൽ മാധ്യമങ്ങൾ, ഓൺലൈൻ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഒഴിച്ച് ഇന്ത്യയിലെ ഒട്ടുമിക്കവാറും മുഖ്യധാര മാധ്യമങ്ങൾ പരിപൂർണമായിട്ടും ഒരു മോഡി സ്തുതിയുടെ ഒരു ഇതിവൃത്തത്തിലേക്ക് മാറി എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയും. ഇപ്പം ഞാൻ 80കളുടെ അന്ത്യം മുതൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകനായി പ്രവർത്തിച്ചതാണ്. അക്കാഡമിക് രംഗത്തും മാധ്യമപ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികളെക്കുറിച്ച് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പോലും നമ്മുടെ മാധ്യമങ്ങളിൽ വരില്ല. ഒരു വിമർശനാത്മകമായ വാർത്ത പോലും വരില്ല. പ്രധാനമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഒരു മാധ്യമവും തയ്യാറല്ല. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ മാധ്യമ മേഖല മാറി. 2, ഈ ഡിജിറ്റൽ ഓൺലൈൻ മാധ്യമങ്ങളിലെ ബഹുഭൂരിപക്ഷവും വലിയൊരു പണാധിപത്യം കൊണ്ടോ അല്ലെങ്കിൽ വർഗീയവൽക്കരണം കൊണ്ടോ ഹൈജാക്ക് ചെയ്യപ്പെട്ടു, റാഞ്ചി എടുക്കപ്പെട്ടു. അപ്പോൾ എന്ത് മീഡിയ എന്ന് പറഞ്ഞ ഒരു സംശയം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? മൈൻഡ് ഇൻഡസ്ട്രിയാണ്, മനസ്സിൻ്റെ വ്യവസായമാണ്. അത് തന്നെയാണ് സംഗീത് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് മനുഷ്യൻ്റെ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്ന് പറയുന്നത് മാധ്യമ വ്യവസായം. അപ്പോൾ ഈ മാധ്യമങ്ങളെ മുഴുവൻ കൈക്കലാക്കി, 2 സ്ഥാപനങ്ങളെ മുഴുവൻ കൈക്കലാക്കി, 3 അവർക്ക് ഏറ്റവും അസ്വാരസ്യം സൃഷ്ടിച്ചിരുന്ന യൂണിവേഴ്സിറ്റികളെ മുഴുവൻ കൈക്കലാക്കി റാഞ്ചിയെടുത്തു. സിവിൽ സൊസൈറ്റിയെ നിർവീര്യമാക്കി. ഏതെങ്കിലും സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ ഉടനെ അവരെ അർബൻ നക്സലേറ്റായിട്ട് മുദ്രകുത്തി UAPA ചുമത്തി ജയിലിലിടുന്നൊരു സിറ്റുവേഷൻ വന്നു. നോക്കുക, യഥാർത്ഥത്തിൽ ഒരു അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു എമർജൻസിയിലാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെ രാജ്യം കടന്നു പോകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത്. അതിൽ പരിമിതമായ ചില അവസരങ്ങളാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം ഒരുപക്ഷെ അതിന് ഒരു നമ്മുടെ കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രാധാന്യമില്ല എന്ന് എനിക്ക് തോന്നുമ്പോൾ പോലും ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ, ഇന്ത്യയിലെ പല ഉൾപ്രദേശങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അതെത്രയോ ജനവിഭാഗങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ പോരാട്ടം തുടരാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രേരകമാകുന്നുണ്ടോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഈ ആന്ധ്രയിലൊക്കെ ഞാൻ ഈ പോളാവരം പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഗ്രാമപ്രദേശങ്ങളിലും ഗിരിവർഗ പ്രദേശങ്ങളിലൊക്കെ പോയ സമയത്ത് ചില ആൾക്കാർ നമ്മുടെ ചില പ്രസംഗങ്ങളൊക്കെ എടുത്ത് നമ്മളെ കാണിക്കും. അതായത് അവരുടെ പോരാട്ടങ്ങൾക്ക് നമ്മൾ പോലും അറിയാത്ത രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട്, ഞാൻ പ്രതിപക്ഷ നേതാക്കളോട് പറയാറുണ്ട്, നമുക്ക് കിട്ടണ അവസരം നമ്മൾ കൃത്യമായിട്ട് അതിശക്തമായിട്ട് ഉപയോഗിച്ച് ഒരു ചെറുത്തുനിൽപ്പ് നമ്മൾ സാധ്യമാക്കണം. ഇത് ചെറുത്തുനിൽപ്പ് സാധ്യമാക്കിയില്ലെങ്കിൽ പഴയ നാസി ജർമ്മനിയിൽ സംഭവിച്ചതുപോലെ ഇതെല്ലാം തകർന്നു തരിപ്പണമാകും. ഇതൊന്നും ആരെയും സഹായിക്കാൻ പോകുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാരണമാണ് ബറേലി, ഉത്തർപ്രദേശിൽ ബറേലിയിൽ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി തൻ്റെ സഹപാഠികളെയും സുഹൃത്തുക്കളെയും ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ബറേലിയിലെ ഒരു കഫേയിലേക്ക് വിളിച്ചു. ആ ക്ഷണിക്കപ്പെട്ടവരുടെ കൂടെ ഒരു 2 മുസ്ലിം ചെറുപ്പക്കാരുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 10-15 കക്ഷികൾ, ആൾക്കാർ, വർഗീയവാദികൾ ആ കഫേയിൽ ഇരച്ചു കയറി ഇവർക്കെതിരെ അതിഭീകരമായ മർദ്ദനം അഴിച്ചു വിട്ടു. ആ കഫേയും അടിച്ചു തന്നു.
ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ സൃഷ്ടിക്കുന്ന വെറുപ്പും വിദ്വേഷവും സമൂഹത്തിൽ എത്ര കണ്ട് രൂഢമൂലമായിരിക്കുന്നു. ഈ വിഷവായു ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മളിലേക്ക് വരില്ല എന്ന്, നമ്മളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ പാതകങ്ങളുടെ ഒരു ആത്യന്തിക ഫലമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ആർജിച്ച നേട്ടങ്ങളും പുരോഗതിയും ഇല്ലായ്മ ചെയ്യുകയും ആത്യന്തികമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ തകർക്കുകയും ചെയ്യും. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. ഈ രാജ്യത്തിൻ്റെ ഐക്യം, യൂണിറ്റ് നിലനിൽക്കണമെങ്കിൽ 3 ഇൻഗ്രീഡിയൻസ് വേണമെന്ന് വിശ്വസിക്കുന്ന വിധത്തിലാണ് ഞാൻ. 3 ചേരുവകൾ. 1 ജനാധിപത്യം വേണം, നിങ്ങൾക്ക് വിശ്വാസം വേണം, എനിക്കും കൂടി പങ്കുള്ള ഒരു രാജ്യമാണെന്ന്, ഡെമോക്രസി വേണം. 2 ഫെഡറലിസം വേണം. എന്താ കാരണം? വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാണ് നമ്മുടെ ഉള്ളത്. ആ ഫെഡറലിസം എന്ന് പറയുന്നത് നമ്മൾ ഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. 3-ാമത്തെ ഏറ്റവും പ്രധാനം സെക്യുലറിസമാണ്, മതനിരപേക്ഷത അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന, അതായത് എനിക്കും നിങ്ങൾക്കും ഒക്കെ തുല്യ വ്യക്തിത്വത്തോടെ തുല്യ പരിഗണനയോടെ ജീവിക്കാൻ കഴിയുന്നൊരു സാഹചര്യം. ഈ 3 ചേരുവകളിൽ എന്തെങ്കിലും തരത്തിൽ ശോഷണം സംഭവിച്ചാൽ ആത്യന്തികമായിട്ട് ഈ രാജ്യം തകരുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പോൾ മീഡിയയുടെ കേസിൽ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം പി സായിനാഥ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യൻ മീഡിയ ഈസ് പൊളിറ്റിക്കലി ഫ്രീ ബട്ട് ഇംപ്രിസൺ വിത്ത് പ്രോഫിറ്റ്. അപ്പോൾ മീഡിയ ഒരു വ്യവസായം എന്ന നിലയിൽ, അപ്പം ലാഭകരമായിട്ട് മീഡിയയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു ഇൻകംബൻ്റ് ആയ സർക്കാരിനെ നിരന്തരമായി പ്രകീർത്തിക്കുക, അവരുടെ വലിയ ഫ്ലോസിനെ കണ്ടില്ലെന്ന് നടിക്കുക എന്നുള്ള ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതല്ല, കുറച്ചുകൂടെ വലിയ മൂലധന താല്പര്യമുള്ള കോർപ്പറേറ്റുകളുടെ ഓണർഷിപ്പിലാണ് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ എന്നതാണോ? ഇതിൽ ഏതാണ് ശരിക്കും ഇന്ത്യൻ മീഡിയനെ ശരിക്കും അത് മുൻപ് ചെയ്തിരുന്ന പോലത്തെ ഒരു ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് കേരളത്തിലോ ഇന്ത്യയിലോ സർക്കാരുകളെ താഴെ ഇറക്കാൻ ശേഷിയുണ്ടായിരുന്ന ഒരു ഫോഴ്സ് ആയിരുന്നു ഇന്ത്യയിലെ മീഡിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ത്യയുടെ ഹങ്കർ ഇൻഡെക്സിലെ സ്ഥാനം ഒന്നും കൂടെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ 105-ാം സ്ഥാനത്ത് നിന്ന് ഇന്ത്യ 102-ാം റാങ്കിലേക്ക് എത്തി എന്ന് പറഞ്ഞു. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമായിട്ട് കവർ ചെയ്തിട്ടേ ഇല്ല. അതിൽ തന്നെ 102 എന്ന് പറയുന്ന ഒരു മെച്ചപ്പെട്ടതാണെന്നുള്ള ഒരു ഫീൽ ആൾക്കാർക്ക് തോന്നും. കാരണം 105, 102 ആയാലോ. പക്ഷെ മൊത്തം 127 രാജ്യങ്ങളിൽ നിന്ന് 123 കുറഞ്ഞപ്പോൾ ഈ 4 രാജ്യങ്ങളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് അവിടുത്തെ പ്രശ്നം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, 27 ഇന്ത്യയുടെ പോയിന്റ് 25 എത്തിയിട്ടുണ്ട്. അതായത് ഇന്ത്യ ഒരു വിശപ്പിന്റെ കാര്യത്തിലാണ്, അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മനുഷ്യ പ്രശ്നത്തിന്റെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കം പോവുകയാണെന്ന് പറയുന്നതിനെ, അതിനെ പ്രശ്നവൽക്കരിക്കുന്നതിൽ നിന്ന് എന്താണ് ഇവർ തടയുന്നത്? അത് സർക്കാരിനോട് ഈ പറയുന്ന മൂലധന താല്പര്യത്തിനുള്ള ഒരു വിധേയത്വമാണോ അത് മറ്റെന്തെങ്കിലും ആണോ? ഞാൻ ഒരു മാധ്യമ വിദ്യാർത്ഥി കൂടിയാണ്. എന്താ വെച്ചാൽ എൻ്റെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ തീസിസ് തന്നെ മീഡിയയുമായി ബന്ധപ്പെട്ട ഭയങ്കര രസകരമായൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞതിനെയൊക്കെ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ, ഗവൺമെൻറ്റിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരസ്യത്തിന് വേണ്ടി മാത്രമല്ല, നിലനിൽപ്പിന് വേണ്ടി ആശ്രയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സമെന്ന് പറയുന്നത് കോർപ്പറേറ്റ് മീഡിയ ആയതുകൊണ്ട്. ഈ കോർപ്പറേറ്റ് മീഡിയയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് അവരുടെ പല മുഖങ്ങളായിട്ടുള്ള ബഹുതരത്തിലുള്ള വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഒരു വശം മാത്രമാണ് ഈ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത ഒരു സർക്കാരാണ് നിലനിൽക്കുന്നതെങ്കിൽ അവരുടെ മാധ്യമങ്ങളിൽ വരുന്ന ഹിതകരമില്ലാത്തൊരു വാർത്തയ്ക്ക് അവർ പ്രതികാരം ചോദിക്കുന്നത് അവരുടെ മറ്റ് വ്യവസായങ്ങളുടെ മുകളിൽ പിടിമുറുക്കിക്കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അവരുടെ മുതലാളിയുടെ വ്യവസായ താല്പര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ദയാദാക്ഷിണ്യത്തിനാണെന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് കോവിഡിൻ്റെ 2ാം തരംഗത്തിൽ ഗംഗാ നദിയിൽ മൃതദേഹങ്ങളിങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഒരു മുഖ്യധാര മാധ്യമവും അതേക്കുറിച്ച് ഒരു ചിത്രം പോലും കൊടുത്തില്ല. നോക്കുക, ഒരു പട്ടിക്കുട്ടി തോട്ടിൽ വീണ് ചത്താൽ ലൈവ് ചെയ്യുന്ന ചാനലുകളാണ്. ഏത് പുണ്യ നദിയായ ഗംഗയിൽ മൃതദേഹങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുക, ഒരു വാർത്തയുമില്ല. ഏതോ ഒറ്റപ്പെട്ട ഓൺലൈനിലും വല്ലതും 2 വാർത്തയുണ്ടോ? ഒരു പത്രം, ദൈനിക് ഭാസ്കർ എന്നുള്ള പത്രം, ഇതിൻ്റെ ഒരു ദൃശ്യമെടുത്ത് ആ പത്രത്തിൽ കൊടുത്തു. തൊട്ടു പിറ്റേന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇൻകം ടാക്സും EDയും എല്ലാം ആ പത്രം റെയ്ഡ് ചെയ്തു. 500 കോടി രൂപ പിഴയോ മറ്റേ എന്തോ കാരണം പറഞ്ഞിട്ടു. എന്തിനായിട്ടെന്നൊന്നും ആർക്കും അറിയില്ല. അങ്ങനെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഇൻവേർട്ടർ കോമ, ആ കിളിജാലകം അവിടെ അടച്ചു പൂട്ടപ്പെട്ടു. നോക്കുക,
ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ 2 പ്രസ് കമ്മീഷനുകൾ ഒരേപോലെ, ആ പ്രസ് കമ്മീഷനുകൾ ഒന്നും ഇടതുപക്ഷക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ വലതുപക്ഷക്കാർ തന്നെ ഉണ്ടായിരുന്നു. ആ 2 പ്രസ് കമ്മീഷനുകളും ഏകകണ്ഠേന വെച്ചൊരു ശുപാർശയുണ്ട്. യു ഷുഡ് ഡീലിങ്ക് ഇൻഡസ്ട്രിയൽ ബിസിനസ് ഇൻട്രസ്റ്റ് ഫ്രം മീഡിയ. ക്രോസ് ഓണർഷിപ്പ് ഒഴിവാക്കും. ക്രോസ് ഓണർഷിപ്പ് അല്ല, ഒരു വ്യവസായ സംരംഭത്തിനും മാധ്യമം തുടങ്ങാൻ അനുവദിക്കരുത്. ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു മാധ്യമം ഇല്ലാത്ത ഏതെങ്കിലും വ്യവസായ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഉണ്ടോ എന്നാണ് ഞാൻ പരിശോധിക്കുന്നത്. ക്രോസ് ഓണർഷിപ്പ് രണ്ടാമത്താണ്. അത് അമേരിക്കയിൽ പോലും ഉള്ളതാണ്. ക്രോസ് ഓണർഷിപ്പ് നിരോധിക്കുന്നത്. അതായത് ടെലിവിഷൻ നടത്തുന്ന ഒരു കമ്പനിക്ക് അച്ചടി നടത്താൻ പാടില്ല, അല്ലെങ്കിൽ റേഡിയോ നടത്താൻ പാടില്ല. അത് പോട്ടെ, അത് രണ്ടാമത്തത്. പക്ഷേ അവരെത്ര ദീർഘവീക്ഷണത്തോടു കൂടി ഈ 2 പ്രസ് കമ്മീഷനുകൾ മുന്നോട്ട് വെച്ച ഒരു ശുപാർശ എന്താ അറിയൂ? ദ മോമെന്റ് ഇൻഡസ്ട്രിയൽ ഇൻട്രസ്റ്റ് ആർ ലിങ്ക്ഡ്, അതിൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടും. ഒരുപക്ഷെ ആ 2 ശുപാർശകളും എത്രത്തോളം പ്രസക്തമാണെന്ന് മനസ്സിലാക്കുന്നത് ഈ മോഡി ഗവൺമെൻറ്റിലെ മാധ്യമങ്ങളുടെ പ്രവർത്തനം കാണുമ്പോഴാണ്. അതാണ് നേരത്തെ കാരണം. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഔട്ട്ലുക്ക് മാഗസിൻ്റെ പത്രാധിപർ, എൻ്റെ സ്നേഹിതനാണ് റൂബൻ ബാനർജി, ഈ കോവിഡ് സമയത്ത് അയാളൊരു കവർ പേജ് ഔട്ട്ലുക്കിൽ കൊടുത്തു, മിസ്സിങ് ഇന്ത്യ ഗവൺമെൻറ്. 2 ആഴ്ചക്കുള്ളിൽ മറ്റേ റൂബൻ ബാനർജി തെറിച്ചു. എന്താ കാരണം? ഇവനെ തെറിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ദഹേജാസ് ഗ്രൂപ്പിൻ്റെയാണ്. ദഹേജാസ് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പ്, റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ്. നിന്റെ പണി കൂട്ടിക്കും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടാകണം. നോക്കൂ, അപ്പോൾ കോർപ്പറേറ്റ് ഇൻട്രസ്റ്റുകൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പഥ്യമാണ് എന്നുള്ളത് ഇന്ത്യയുടെ കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ ഒരു രീതി മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം.